ഹായ് ഫ്രണ്ട്സ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പക്കിഴങ്ങ് കൊണ്ടൊരു പായസമാണ്. അതിനുവേണ്ടി ഈ ഒരു വലിപ്പത്തിലാണ് കപ്പക്കിഴങ്ങ് വേണ്ടത്. പായസത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ കപ്പക്കിഴങ്ങ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള കപ്പക്കിഴങ്ങ് മതി. പിന്നീട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലയ്ക്ക, നെയ്യ്, 3 സ്പൂൺ ചവ്വരി, പാല്, മിൽക്ക് മെയ്ഡ്. ഇത്രയാണ് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മളിവിടെ ഇതിന് കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാടുകളിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഡിഫറെൻറ്റ് നെയിംസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഇതുപോലൊന്ന് കപ്പക്കിഴങ്ങ് ചീകിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചവ്വരി ഒന്ന് വേവിക്കാൻ വെക്കാം. അടുപ്പിലോട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം. പായസത്തിന് വേണ്ടി അടുപ്പിലോട്ട് പാത്രം വയ്ക്കാം. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചീകി വെച്ചിരിക്കുന്ന കപ്പക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് നമ്മൾ അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കപ്പക്കിഴങ്ങൊന്ന് വേവിക്കുക. ഇതിലോട്ട് ഏലക്ക ഒന്ന് ചതച്ചിടുക. നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ചവ്വരി ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. നമ്മുടെ കപ്പക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, നല്ല പരുവത്തിനായിട്ടുണ്ട്. നമ്മൾ കപ്പക്കിഴങ്ങിൻ്റെ ഫൈനൽ ടച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ പായസത്തിലോട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടുക. അതിനുശേഷം നമുക്ക് ബൗളിലോട്ട് മാറ്റാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കപ്പക്കിഴങ്ങ് പായസം ദാ റെഡിയായി. സൂപ്പർ.